നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്തനാട്യ കലാലയയിലേക്ക് ഒരു വിദ്യാപീഠത്തിന്റെ അറിവുകൾ പകർന്നു നൽകി. ആദ്യം സ്വാഗതം പറഞ്ഞില്ലല്ലേ? നിത്യതി നൃത്തനാട്യ കലാലയയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വിദ്യാപീഠത്തിൽ നിങ്ങൾ കുറേയേറെ കാര്യങ്ങൾ കുറച്ച് നാളായി തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാം തന്നെ ഒരു അറിവിൻ്റെ തലത്തിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോടിപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് സമയം തന്നു അല്ലേ? അപ്പോൾ 5 ചോദ്യങ്ങൾ 5 പേരോടായിട്ട്, ജനമോളോട്, അനാമിക മോളോട്, മീനാക്ഷി മോളോട്, ശ്രീലക്ഷ്മി മോളോട്, അഭിരാമി മോളോട്. അപ്പോൾ അഭിരാമി തൊഴുത് കേട്ടോ. ചോദിച്ചു. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ വിശകലനത്തിൽ ഒരു ഉത്തരം പറയണം. ഓക്കെ. അപ്പോൾ ആദ്യം ശ്രീലക്ഷ്മി മോളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യ ജീവിതത്തിൽ ആ മനുഷ്യന് സ്വായത്തമാക്കാവുന്ന ഏറ്റവും വലിയ അസറ്റ്, അതായത് ആ മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ അസറ്റ് എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരം മോള് പറഞ്ഞോളൂ. ചേച്ചി ജസ്റ്റ് ഒരു 2 മിനിറ്റിൽ ചിന്തിച്ചത് വെച്ചിട്ട് പറയുന്നതാ. ഇപ്പം നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫ് വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒരു മനുഷ്യന് സമ്പാദിക്കാൻ പറ്റുന്നത് ആരോഗ്യം തന്നെയാണ്. ഇപ്പോൾ അതിനേക്കാൾ ഉപരി കുറച്ചും കൂടി നമ്മുടെ വിദ്യാപീഠം അനുസരിച്ച് എല്ലാം എൻ്റെ ഒരു അറിവിൽ വെച്ച് ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, എൻ്റെ വിശ്വാസത്തിൽ നമുക്ക് ഒരുപാട് ജന്മങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ജന്മങ്ങൾ കടന്നു വന്നു, ഇനി ഒരുപാട് ജന്മങ്ങളിലേക്ക് പോകാനുണ്ട്. ജന്മങ്ങളിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും മുന്നോട്ട് ഒരുപാട് ജന്മങ്ങൾ കടന്നു പോകാനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചിന്താഗതി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ജന്മത്തിൽ സമ്പാദിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് കർമ്മഫലമാണ്. നമ്മൾ ഈ ജന്മം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിരിക്കും അടുത്ത ജന്മത്തിൽ, അതായിരിക്കും അടുത്ത ജന്മത്തിൽ നമുക്ക് നൽകുന്ന ആരോഗ്യം പോലും, അല്ലേ? അങ്ങനെയാണോ ചിന്തിച്ചത്? അങ്ങനെയായിരിക്കും. ഇപ്പൊ നമ്മുടെ സന്തോഷങ്ങളായാലും സങ്കടമായാലും ആരോഗ്യമായാലും എല്ലാം ഈ ഒരു കർമ്മഫലത്തെ ആസ്പദമായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ വിശ്വാസത്തില് ഈ ഒരു ജന്മത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അസറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കർമ്മഫലം തന്നെയായിരിക്കും. ഓക്കെ മക്കളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ആൻസറാ മോള് പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ എങ്ങനെയാണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യട്ടെ. ഓക്കെ, അടുത്ത അനാമിക മോളെ.